നമസ്കാരം സുഹൃത്തുക്കളെ. ഷാം അൽ ഷെയ്ഖ് ഈജിപ്തിലെ ആഡംബര നഗരമാണ്. അവിടെയാണ് നാളെ സമാധാന കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ്. അവിടെ വെച്ചാണ് നാലോളം ഖത്തറി ഡിപ്ലോമാറ്റ്സിന്റെ ദുരൂഹമായിട്ടുള്ള മരണം. അവർ സഞ്ചരിച്ചിരുന്ന മെഴ്സിഡീസ് ബെൻസ് കാറ് സ്റ്റിയറിംഗ് വീൽ മാൽ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. കാരണം കണ്ടെത്തി. ഒരു ദിവസം പോലും വേണ്ടിയൊന്നുമില്ല. ഈജിപ്റ്റ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സ്റ്റിയറിംഗ് വീൽ മാൽ ഫങ്ഷൻ കാരണം നാലോളം ഖത്തറി ഡിപ്ലോമാറ്റ്സ് തൽക്ഷണം മരിച്ചിരിക്കുന്നു. അവർ പോകുന്നത് കെയ്റോയിൽ നിന്ന് പോവുകയായിരുന്നു. 5 കിലോമീറ്റർ അകലെയാണ് ഈ ഷാം അൽ ഷെയ്ഖ്. ആഡംബര നഗരമാണ്, ഒരു തീരപ്രദേശമാണ്. അവിടെയാണ് നാല് ടർക്കിഷ്, പിന്നെ അതോടൊപ്പം തന്നെ ഫ്രഞ്ച് വരുന്നു. പിന്നെ അപ്പൊ ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടില്ല. മോഡിയെ വിളിച്ചു, മോഡി പോയില്ല. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വരുമെന്ന് പറയുന്നു, പക്ഷെ മാർക്കോ റൂബിയോ വരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പേര് നാളെ വരുന്ന ചടങ്ങാണ്. ആ ചടങ്ങിലേക്കുള്ള യാത്രയിലാണ് 4 പേരെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പുറകിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ആരാണ് ഇതിന്റെ പുറകിൽ? ഓക്കെ, ഇതൊരു ദുരൂഹമായിട്ടുള്ള മരണമാണോ? ഇത് അപകട മരണമാണോ? ഇത് സംഭവിക്കാവുന്ന കാര്യമാണോ? ഇതിന് പുറകിൽ ഇസ്രായേലാണ് എല്ലാവരുടെ ഒരു പ്രൈം ഫോക്കസ്. ഈ മൊസാദിന് ചെയ്യാൻ സാധിക്കുമോ? കാരണം ഒരു റിമോട്ട് കൺട്രോളിൽ കൂടെ നമുക്കൊരു വണ്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് സ്പീഡ് കൂട്ടി ക്രാഷ് ചെയ്യിക്കാൻ സാധിക്കുമോ? ഇപ്പോഴത്തെ കാറൊക്കെ നമുക്കെല്ലാം അറിയാം. ഈ റിമോട്ട് കൺട്രോൾ വെച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്ന കാറിലെല്ലാം. എല്ലാം ക്ലൗഡിലാണ് അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ആക്സിലേറ്റർ ചെയ്യാൻ പറ്റൂ ഇപ്പോഴത്തെ കാറുകൾക്കൊക്കെ. അത് എന്താണ് മൊസാദ് ലക്ഷ്യം? എന്താണ് മൊസാദ്? അല്ലെങ്കിൽ പിന്നെ വേറെ ആരൊക്കെയാണ്? ആർക്കാണ് താല്പര്യം? ഖത്തറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം ഞാൻ പറയട്ടെ, അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നെതന്യാഹുവിനോട് ഖത്തറിനെ അടിക്കരുത്. ഓക്കെ, ഖത്തറികളെ ആയിട്ട് നിങ്ങൾക്ക് സ്കോറിങ് അത് തീർക്കണമെങ്കിൽ പുറത്ത് വെച്ച് ചെയ്തോ, അതായത് ഔട്ട്സൈഡ് ഖത്തർ, നോട്ട് ഇൻസൈഡ്. അതായത് നിങ്ങൾ അതിനുള്ള സമയ സന്ദർഭമൊക്കെ വരും, അപ്പൊ ചെയ്യുക. ഇത് മൊസാദ് ആ സ്കോറിങ്, അതായത് നമ്മൾ കണ്ടതാണ്, നെതന്യാഹു ഫോം വിളിച്ച് ക്ഷമ പറയുന്നു. അതിനൊരു സ്കോറിങ് ചെയ്താണോ അവര് ബലാബലായി രണ്ടുപേരും കൂടി? ഓക്കെ, അതാണോ? അതോ ഇത് ഡീറെയിൽ ചെയ്യാൻ, ഈ പറയുന്ന സമാധാന കരാറ് ഇത് ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഈ മെസ്സേജ് ആർക്കാണ് പോയിരിക്കുന്നത്? ആദ്യം ഞാൻ പറയട്ടെ, ഹമാസിന്റെ പല നേതാക്കന്മാരും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. ഇപ്പൊ കെയ്റോയിലുണ്ട്. അവരെയൊക്കെ സ്കെച്ച് വെച്ചിരിക്കുകയാണ് മൊസാദ്. അവർ പലരും പയ്യെന്ന് ഒളിച്ചിരിക്കുകയാണ്. സ്കെച്ചിങ് എല്ലാം വെച്ച് അവരെവിടെ വന്നു പോകുന്നൊക്കെ അറിയുന്നുണ്ട്. മെസ്സേജ് വളരെ ക്ലിയർ ആയി പോയിരിക്കുന്നത് ഖത്തറിന്, എൻ്റെ അഭിപ്രായത്തിൽ. അതായത് ഖത്തറിന് പുറത്ത് കിട്ടിയാൽ മൊസാദ് വെറുതെ വിടില്ല എന്നുള്ളതാണ്. മൊസാദ് വളരെ രോഷാകുലരാണ്, ഹാപ്പി അല്ല. ഇസ്രായേൽ ടോട്ടലി മൂഡ് എന്ന് പറയുന്നത് മാറിയിരിക്കുകയാണ്. ശരിയാണ്, 20ഓളം ബന്ദികൾ വരുന്നു, യുദ്ധം അവസാനിക്കുന്നു. പക്ഷേ തിരികെ കൊടുക്കാൻ പോകുന്ന 1200 1300ഓളം കൊടും കുറ്റവാളികളാണ്. ഓക്കെ, നാളെ വീണ്ടും ഒരു ഒക്ടോബർ 7 ആവർത്തിക്കില്ല എന്ന് ആർക്കും ഉറപ്പില്ല. കാരണം അങ്ങനെയാണ് ഹിയ സിൻവർ അങ്ങനെ കടന്നുപോയ വ്യക്തിയാണ്, അല്ലെ? അപ്പൊ ഹിയ സിൻവർ ആണ് പിന്നെ വീണ്ടും 7 ചീഫ് ആർക്കിടെക്ട് ആയി കടന്നു വന്നു. അപ്പോൾ ഒരു ചീഫ് ആർക്കിടെക്ട് ആക്കി കൊടുത്തുവിടുന്ന ആരെങ്കിലും ആയിരിക്കുമോ? ഇസ്രായേലിലെ തീവ്ര റൈറ്റ് വിങ്ങും മൊസാദും അവർ ഹാപ്പി അല്ല. ഇത് പവർഫുൾ ആയിട്ടില്ല, ട്രംപ് നിർബന്ധിച്ച് എടുപ്പിച്ച ഒരു ഡീലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ മൊസാദിന് വളരെ ഹാപ്പി അല്ല. മൊസാദിന് ഈ ഒരു സമാധാന കരാറ് അട്ടിമറിക്കാൻ താല്പര്യമുണ്ട്. അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കും. കാരണം ഒരു പേജർ, എങ്ങനെയാ പേജർ പൊട്ടിത്തെറിച്ച് ലെബനനിലെ ഹൂതികൾ നമ്മൾ കണ്ടതല്ലേ, അല്ലെ? ഹിസ്ബുള്ള എഴുത് എങ്ങനെയായിരുന്നു? ഒരു 2 വയറ് പോലും പൊട്ടിക്കാതെ റിമോട്ട് കൺട്രോൾ, അല്ലെ? ഓൾറെഡി ഈ പേജറിനകത്ത് തന്നെ അവരെ എല്ലാ ഡിറ്റോണേറ്ററും ബോംബ് എല്ലാം വെച്ചിരുന്നു. ഇനി ഈ പറയുന്ന കാറിന്റെ ഈ സെൻസേഴ്സ് ഉണ്ടായ കമ്പനി, സെയിം കമ്പനിയാണോ? ചെയ്യാൻ സാധിക്കും, മൊസാദിന് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ കൂട്ടി വായിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, സൗത്ത് ആഫ്രിക്കയുടെ അംബാസിഡർ ഫ്രാൻസിലെ ഒരു ഹോട്ടലിന്റെ 21ാം നിലയിൽ നിന്ന് തനിയെ ചാടുക താഴേക്ക്. തനിയെ ഒരാൾ ചാടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ദുഃഖവും ഒരു ആശ്ചര്യം തോന്നിപ്പോകും. നിങ്ങൾ മനസ്സിലാക്കണം, ഒക്ടോബർ 7 ആരംഭം, അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസ്പിറസി ആരംഭിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇറ്റ്സ് പ്രൂവൺ. അതിനെപ്പറ്റി സൗത്ത് ആഫ്രിക്കയിൽ കേസൊക്കെ ഉണ്ട്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ലിങ്ക് ചെയ്തേ പറ്റും. മൊസാദ് പണി തുടങ്ങിയിരിക്കുകയാണ്. മൊസാദ് എന്ന് പറയുന്നത് അവർ വിട്ടുകൊടുക്കില്ല. അവർ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലും നോക്കുമ്പോൾ ഡിപ്ലോമാറ്റ്സിനെ തീർക്കുന്നതിൽ മുൻപന്തിയിൽ മൊസാദാണ്. മൊസാദ് മാത്രമാണോ? ആയിരിക്കണം എന്നില്ല, ഹമാസ് ആവാം. കാരണം ഹമാസിന് ഇപ്പോൾ ബന്ദികൾ കയ്യിലില്ല. 10ഓളം പേര് ഇല്ല എന്ന് പറയുന്നത്, 15 പേരില്ല എന്ന് പറയുന്നു. ഉള്ളവരെ കാണുന്നില്ല, എല്ലാം എവിടെ പല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ബന്ദികൾ ഇല്ലെങ്കിൽ ഇസ്രായേൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ദേ വിൽ ബി കമ്മിങ്. അപ്പൊ ഈ ഹമാസിന് ഈ സമാധാന കരാറ് അവരെ ഒരു കോർണറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. അതായത് നിങ്ങൾക്ക് ആരുമില്ല,
നിങ്ങൾ അനാഥരായിരിക്കുന്നു, നിങ്ങളെ പണത്തിന് സോഴ്സ് നിന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു ധംക്കി കൊടുത്ത് എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് എത്രമാത്രം ഇത് ഫലവത്താകും? ഹമാസ് ആയിരിക്കും ഇതിന്റെ പുറകിൽ. അത് ഇതൊരു പക്ഷേ ഖത്തറിനുള്ള മെസ്സേജ് ആയിരിക്കും. പല രാജ്യങ്ങളും, പല അറബ് ദേശങ്ങളും ഖത്തറിനോട് ദേഷ്യമാണ്. ഈജിപ്തിനായാലും ടർക്കിക്കായാലും സൗദിക്കായാലും വലിയ താല്പര്യം ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇന്ന് അമേരിക്കയിൽ ബേസ് തുടങ്ങാൻ പോവുകയാണ്. അമേരിക്കയിൽ ഐഡാഹോ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ എയർഫോഴ്സ് ബേസ് ആരംഭിക്കാൻ പോവുകയാണ് ഖത്തർ. അവരെ F-15 പൈലറ്റ്സിന് ട്രെയിനിങ് വേണ്ടിയിട്ട്. അപ്പൊ ഖത്തർ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു സൈനിക ശക്തിയാവാൻ പോവുകയാണ്. ഇതിൽ ആർക്കോ രോഷമുണ്ടോ? ആർക്കോ താല്പര്യക്കുറവുണ്ടോ? ഇറ്റ്സ് എ വെരി ക്ലിയർ മെസ്സേജ്. അതോ ഈ മെസ്സേജ് പോകുന്നത് ഈജിപ്തിനായിരിക്കാം? കാരണം ഈജിപ്ത് എന്ന് പറയുന്നത് ഒരു ഇസ്രായേലിന്റെ ഒരു 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 വേറൊരു ഇസ്രായേലാണ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഇസ്രായേൽ വാങ്ങിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഫുൾ മൊസാദ് ഏജൻസി കംപ്ലീറ്റ് ഇസ്രായേലിന്റെ അവിടെ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്. ഒരു കാൽനക്കി ജീവിക്കുന്ന രാജ്യമാണ് ഈജിപ്ത്, ഒരുപക്ഷെ പറയാൻ സാധിക്കാം. അപ്പൊ ഇതൊരു ഈജിപ്തിലുള്ള മെസ്സേജ് ആണോ പോയിരിക്കുന്നത്, ടർക്കിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഭാഗത്തുനിന്നോ? ഇത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഏരിയയിൽ കംപ്ലീറ്റ്ലി ഈ തീവ്രവാദി സംഘടനയെ കൊണ്ട് ഒരുപാടുണ്ട്. ഇതിന്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്. ഇതിന്റെ പുറകിൽ CIA ആയിരിക്കാൻ സാധിക്കാം. ഈ ഒരു സമാധാനക്കാരെ അട്ടിമറിക്കാൻ ആർക്കോ താല്പര്യമുണ്ട്. ഇത് ഒരുപക്ഷെ മൊസാദിനായിരിക്കാം, ഒരുപക്ഷെ ഇത് ഹമാസിനായിരിക്കാം. പക്ഷെ ഇതവേ എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാകുമോ ഇനി അങ്ങോട്ട്? നമുക്ക് ഒരു പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് എന്റെ അഭിപ്രായം. കാരണം എന്ന് പറയുന്നത് സമാധാനം പുലരുക അസാധ്യമാണ്. കാരണം ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഐഡിയോളജി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഹമാസിന്റെ അവര് ഇവർ രണ്ടുപേരും തൊട്ടപ്പുറത്തല്ലേ, ഒരു മതിലിന്റെ അപ്പുറത്താണ്. ഒരു അമ്മായിയമ്മയും മരുമോളും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒരു അടുക്കളയിൽ മുന്നോട്ട് പോകുക അസാധ്യം. അതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് ഇവർക്ക് ഇസ്രായേലിനെ കണ്ടുകൂടാ, അവർക്ക് ഇവരെയും കണ്ടുകൂടാ. അവിടെ സമാധാനമൊന്നും വരാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ബന്ദികളെ വിട്ടു, ഇങ്ങോട്ട് വിട്ടു, അങ്ങോട്ട് വിട്ടു. ഈ പ്രശ്നം അവിടെ മുന്നോട്ട് തന്നെ പോകുന്നതായിരിക്കും.